നിങ്ങളുണ്ടല്ലോ വീട്ടിൽ ചിക്കൻ വാങ്ങുമ്പോൾ ഇതുപോലെ മീൻകറി സ്റ്റൈലെന്ന് വെച്ച് നോക്കിക്കേ, ഭയങ്കര ടേസ്റ്റാണ് ഈ ഒരു കറി. നമ്മൾ ആരും പറയത്തില്ല കേട്ടോ, ഇത് ചിക്കൻ കറി എന്ന് ആരും പറയത്തില്ല. പക്ഷേ ആ ഒരു നമ്മൾ മീൻകറിക്ക് വെക്കത്തില്ല, നല്ല കഷ്ണം മീൻ, അതിൻ്റെ അതേ ടേസ്റ്റുമാണ്. ഈ ഒരു കറി ഒരുപാട് ദിവസം ഇരിക്കുകയും ചെയ്യും, കേടും വരത്തില്ല കേട്ടോ. നല്ല നെയ്മീനൊക്കെ കറി വെച്ചാൽ അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഈ എല്ലില്ലാത്ത ചിക്കൻ്റെ കഷ്ണങ്ങളുണ്ടല്ലോ, ചെറിയൊരു 1-2 കഷ്ണം എടുത്തിട്ട് ചെറിയ സ്ക്വയർ കഷ്ണങ്ങളായിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. ഈ എല്ലും നെയ്യൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കി, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോട്ടോ. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുവേ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ചിട്ട് ഞാനിപ്പോൾ ഒരു അര സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലയും ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണേ. വഴറ്റി കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ ഒരു ഹാഫ് തക്കാളി, അല്ലെങ്കിൽ ഒരു നല്ല പഴുത്തക്കാളി ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ കൂടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങ അരച്ച് കലക്കാം. അപ്പോൾ ഈ തേങ്ങ അരച്ച് കലക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് എളുപ്പത്തിൽ തേങ്ങ ഒന്ന് കൊത്തി എടുത്തേക്കുന്ന കേട്ടോ. നമുക്ക് ഇതുപോലെ ഒന്ന് കറക്കി എടുക്കാം, അതാകുമ്പോൾ ചിരണ്ടോ വേണ്ടല്ലോ, എളുപ്പമല്ലേ. അപ്പോൾ ഇതുപോലെ ഞാൻ ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ചിരവി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടി, നിങ്ങൾക്ക് എരിവിന് എന്തോരാണ് മുളക് പൊടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർത്ത് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് കീറിയിട്ട് കൊടുത്തേക്കുന്നത് കൊണ്ട് മുളക് പൊടി ഒരു 1.5 സ്പൂൺ ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ ഒരു 1/4 സ്പൂണോളം വരുന്ന രീതിയിൽ മല്ലിപ്പൊടി കേട്ടോ. പിന്നെ ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അങ്ങോട്ട് തേങ്ങ അരച്ചെടുക്കണം കേട്ടോ. ഇതുപോലെ നന്നായിട്ട് അങ്ങോട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് വഴറ്റി വെച്ചേക്കുന്ന നമ്മുടെ സവാളയും തക്കാളിയുടെ ഇതുണ്ടല്ലോ, അതിലേക്ക് ഇതുപോലെ അങ്ങോട്ട് കൊട്ടണേ. ഇനി നമുക്ക് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തോരാണ് വെള്ളം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ചാറിന് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. കുടപ്പുളിയൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ഇങ്ങനെയാണ് കറി വെക്കുന്നതെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് വീട്ടിൽ വിരുന്നാരൊക്കെ വന്നിട്ട് നമ്മൾ ഈ ഒരു കറി എടുത്ത് കൊടുക്കുകയാണെങ്കിൽ അവർ ചോദിക്കും ഏതാ മീൻ കറി, ഏത് മീൻ ഇട്ടാൽ കറി വെച്ചതെന്ന് നോക്കി കേട്ടോ. കാരണം അത്രയ്ക്കും അറിയത്തില്ല. കാരണം ഈ കുടപ്പുളിയൊക്കെ ഇങ്ങനെ പിടിച്ച് വന്നു കഴിയുമ്പോഴേ ശരിക്കും ഈ നെയ്മീനും അതുപോലെ തന്നെ ഓലക്കൊടിയനൊക്കെ കറി വെച്ചേക്കുന്ന അതേ രീതി തന്നെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇനിയിപ്പം ഒരു കുറച്ച് വെള്ളം ചേർത്തിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട്, ഞാൻ കുടപ്പുളി ഇട്ടിട്ടുണ്ടായി, സ്കിപ്പായി പോയിരുന്നു കേട്ടോ. അപ്പം ക്യാമറ ഓഫായിരുന്നു. അപ്പം ചെറിയ കഷ്ണം കുടപ്പുളി അതിനകത്ത് കിടപ്പുണ്ട്. അപ്പം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. ഈ ഗ്രേവി തിളച്ചിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നുറുക്കി വെച്ചേക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ പറക്കിയിട്ട് കൊടുത്താൽ മതി. എന്നാലാണ് പെട്ടെന്ന് ആ ഒരു ഗ്രേവിയിലേക്ക് ആ ഒരു ചിക്കൻ്റെ ആ ഒരു പുളി ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടി പിടിച്ച് വരുമ്പോഴാണ് നല്ല ഒരു മീനിൻ്റെ ഒരു ഫ്ലേവർ കിട്ടത്തുള്ളൂ. അപ്പോൾ നന്നായിട്ട് തിളച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് ഫുള്ളങ്ങോട്ട് വാരിയിട്ട് കേട്ടോ. എന്നിട്ട് നമുക്കൊരു ചിക്കൻ വേവുന്നതിൻ്റെ വേവ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരുപാട് വേവൊന്നുമില്ല. ഒരു 10 മിനിറ്റ് നേരം തീ അധികം കൂട്ടിയിടാണ്ട് ഒരു 2-3 ഇട്ടിട്ട് അങ്ങോട്ട് തിളപ്പിച്ചോട്ടോ. അപ്പം ഒരു 10 മിനിറ്റ് നേരം കൊണ്ട് ആ ചിക്കനൊക്കെ ഏകദേശം ഒരു വെന്ത് നമ്മൾ ആ ഒരു ശരിക്കും മീൻകറിയുടെ ആ ഒരു ടേസ്റ്റിലും ആദ്യം മണത്തിലും നല്ലൊരു മീൻകറി എന്ന് പറയാം. അത്രയ്ക്ക് ടേസ്റ്റ് ആയിട്ട് നല്ലൊരു കറി റെഡിയാക്കി കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല പിച്ചിട്ടുണ്ടെങ്കിൽ പിച്ച് വരും. ഒരു 10 മിനിറ്റ് നേരത്തെ വേവുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് സാധാരണ നമ്മൾ എങ്ങനെയാണ് മീൻ താളിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മീൻകറി താളിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ താളിച്ചെടുത്തു. ഞാനിപ്പം ഉലുവയും കറിവേപ്പിലയും കൂടി ജസ്റ്റ് അതുപോലെ നമ്മൾ താളിച്ചൊക്കെ എടുത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കറി നമ്മൾ ഉച്ചയ്ക്ക് വച്ചെങ്കിൽ, നമ്മളൊരു രാത്രി ടൈമിലാണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ നല്ല വില കൊടുത്ത് വാങ്ങുന്ന കഷ്ണം മീനൊക്കെ ഇല്ലേ, അതിട്ട് കറി വെച്ചാൽ അതേ ടേസ്റ്റിൽ തന്നെ ഇരിക്കും കേട്ടോ. ശരിക്കും പുളിയൊക്കെ പിടിച്ച് വന്നു കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഉച്ചയ്ക്കൊക്കെ വെച്ചെങ്കിൽ ഒരു രാത്രിയൊക്കെ ടൈമിലാകുമ്പോൾ എടുത്ത് കൂട്ടുവാണെങ്കിൽ ശരിക്കും സെറ്റ് ആയി കഴിഞ്ഞുമ്പോൾ ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ രാവിലെ വെക്കുന്നെങ്കിൽ ഉച്ചയ്ക്കൊക്കെ ആകുമ്പോഴത്തേക്ക് എടുത്ത് കൂട്ടിക്കോ. അപ്പോൾ ഈ കറി ഇരിക്കുന്നതോറും നല്ല സെറ്റായി വരും. ഒരുപാട് ദിവസം കേടാവാതിരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാത്രയൊക്കെയാണെങ്കിൽ ഫോളോ കൂടി ചെയ്ത്